കുട്ടി, ഞാൻ പറയുന്നത് ശാന്തമായ. നീ ഇവിടെ കയറിയിരിക്കണം, ഡ്രസ്സൊക്കെ മാറിയിരിക്കണം. നിന്നോടാരും ഇവിടെ കയറിയിരിക്കാൻ പറഞ്ഞത്? സാരമില്ല, പോട്ടെ. കുട്ടി, ഞാൻ പറയുന്നത് ശാന്തമായി കേൾക്കണം. എടുത്തു ചാടിയൊന്നും ചെയ്യരുത്. ചിലരെ നമ്മൾ എത്ര സ്നേഹിച്ചാലും ആ സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടിയെന്ന് വരില്ല. ചേട്ടൻ ചാറ്റുമഴയും ചക്കവറുത്തതും ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ? അല്ല, മഷിത്തണ്ട് മാങ്ങാക്കറി എന്ന ഗ്രൂപ്പിലാണ് പോസ്റ്റ് ഇടുന്നത്. ശ്രദ്ധിക്കൂ പ്ലീസ്. ഞാൻ കുട്ടിയുടെ ജീവിതത്തെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഓക്കെ. കുഞ്ഞായിനെ നീ അനീഷിനെ നീ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചതെങ്കിലും അവൻ നിന്നെ ഉപയോഗിച്ചുപേക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ പ്രണയം അഭിനയിക്കുകയായിരുന്നു. എന്നിട്ടിപ്പോ ഞാൻ വിളിച്ചപ്പേ അവൻ പറഞ്ഞു നിന്നെ വേണ്ടെന്ന്. എന്ത് ചെയ്യും? എന്തൊക്കെ ടൈപ്പ് ആൾക്കാരല്ലേ ചേട്ടാ? നശിച്ച സമൂഹം. അല്ലപ്പോ അവനാ നിങ്ങളുടെ പ്രണയം പോയാ പോട്ടെ, കുഴപ്പമില്ല. പോയാ പോട്ടേന്നാ? പിന്നെ നീ എന്ത് കാര്യത്തിന് എന്റെ വണ്ടി കയറി എഴുതല്ലോ? വേണ്ട, നീ അനങ്ങണ്ടോ? നീ അവിടെ തന്നെ ഇരുന്നോ. നിന്റെ വീട്ടുകാരോട് കാര്യം പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ടോളാം. കേട്ടോ? തിരിച്ചു കൊടുക്കേണ്ടി വരും. ഏത് 20 പവൻ? 216. ആര് വാങ്ങി? കല്യാണത്തിനാണ് കാണാണ്ട് പോയാ? തുറന്നാല് വെള്ളം പൊരിവിടും. സത്യമായിട്ട് ഞാൻ എടുത്തല്ലേട്ടാ. എവിടെ കൊണ്ടു കളഞ്ഞ്? ഞാൻ വരുന്നതിന് മുന്നേ 20 പവൻ ഒളിപ്പിച്ചു വെച്ചായിരുന്നു. അത് ഞാൻ നിന്റെ തലയിലിടും. എന്റെ തലയില? എന്റെ പൊന്നേച്ചി, ഞാനും തെറ്റിയത്. കുഞ്ഞായാലും ചതിച്ചത് ഞാനല്ലല്ല. എനിക്ക് ആവില്ലെന്ന് നീയല്ലേ? അതൊക്കെ അത്ര വലിയ പ്രശ്നമാണ്. സുമ, എന്താ സുമ? ഇഷ്ടായോ? എടി, നിന്നോട് ഞാൻ പറഞ്ഞല്ലേ നമുക്ക് അങ്ങനെയൊന്നും വേണ്ട. സുധാകരന്റെ അതല്ല, കപ്പ ഇഷ്ടായോന്ന് ചോദിച്ചേ. പിന്നെ കപ്പ നല്ല സൂപ്പറായിരുന്നു. അത് ചോദിക്കാൻ വേണ്ടി വന്നാണ് നീ? അല്ല, ഞാൻ പാത്രം ചോദിക്കാൻ വേണ്ടി. എന്റെ സുമ, നിനക്ക് ഉറക്കൊന്നുമില്ല ഇത്ര സമയമായിട്ട്? ഈ പാതിരാത്രിക്ക് പാത്രം കൊണ്ടിട്ട് എന്ത് കാണിക്കാനാണ്? ഞാൻ രാവിലെ കൊണ്ട് തരാം. അതല്ല, ഈ ലൈറ്റ് ഓണ കിടക്കുന്നുണ്ടപ്പോഴേ ഞാൻ സൂചേട്ടൻ ഉറങ്ങിയില്ലായിരിക്കും. ലൈറ്റ് അല്ലേ? പാത്രം സൂചന വെച്ചോ. കണ്ടിന്യൂ. എന്ത് കണ്ടിന്യൂ? മോണാക്ട്. മോണാക്ട്. നീ ഇവിടെ കയറി കിടക്കോണ? നാളെ എന്റെ വീട്ടുകാരൊക്കെ എത്തും. ഇവിടെ ഞാൻ എങ്ങോട്ട് പറഞ്ഞ സൂചേട്ടാ? ചേട്ടനൊരു സ്ഥലം കൊണ്ട് ചേട്ടൻ അങ്ങോട്ട് പൊക്കോളാം. ഒരു സ്ഥലം ഒപ്പിച്ചാ സൂചേട്ടാ? ഞാൻ ഇവിടെ ഒപ്പിക്കാനാ? അവര് വെളുപ്പിന് ഇവിടെ എത്തും. അയ്യോ, വെളുപ്പിന് വരൂ. ഗുഡ് നൈറ്റ്. ഹലോ പ്ലീസ്. ഹലോ ചേച്ചി, ഉറങ്ങിയ? ഹലോ ഹലോ പാച്ച, എടാ നീ ഉറങ്ങിയ? എടാ നീ ഇപ്പൊ തന്നെ ടൗണിൽ പോയിട്ട് ഏതെങ്കിലും ലോഡ്ജിൽ റൂം എടുത്തിട്ട് എന്നെ വിളിക്ക്. ഞാനൊരു പെണ്ണായിട്ട് അങ്ങോട്ട് വരാം. ഇത്രയൊക്കെ പ്രശ്നങ്ങളുടെ ഇടയിൽ നിങ്ങൾ വ്യഭിചരിക്കാൻ പോണോ സൂചേട്ടാ? പാച്ച, നീ കൂടുതൽ കാര്യം അന്വേഷിക്കണം. ഞാൻ പറയണ കേട്ടാ മതി. നീ റൂം എടുത്തിട്ട് വിളിക്കടാ. ഞാൻ എടുത്ത് നോക്കിയാ എനിക്കെന്താ? ആരാടാ വന്ന? ഞാനാ സുഖ. കൊച്ചാണാ? എടാ, എനിക്ക് കണ്ണൊന്നും കാണാൻ പാടില്ല. കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നു. ഇവിടുന്ന് പോകുമ്പോ കുറച്ചൊക്കെ കാണാൻ, ഒട്ടും കാണാൻ പാടില്ല. എഴുന്നേറ്റ്.
വേണ്ട. വേണ്ട. രാവിലെ തന്നെ കൊണ്ടറാ. ഞാനൊന്ന് അടുക്കള വരെ പോയതാ. അമ്മ ഒരു ചായമ്മ. അതെ, ഞാനെന്താ ഈ വീട്ടിലെ ഫർണിച്ചറാണോ? എനിക്ക് രാവിലെ ഏലക്കായ ചായ കുടിക്കാൻ ചില വേർപാടുകൾ കണ്ണീരിനേക്കാൾ പുഞ്ചിരി സമ്മാനിക്കും. പഠിച്ചതൊക്കെയും മറക്കട്ടെ, കഴിച്ചതൊക്കെയും വയറ്റിലെ ഇളകി മറിയട്ടെ, നില ഉടുപ്പിലൊറുമ്പ് ഉടുങ്ങട്ടെ, കലങ്ങും വിലങ്ങും അടിക്കട്ടെ, ചൊറിഞ്ഞു കറങ്ങി മെഴുകട്ടെ മെഴുകട്ടെ. നീ രാവിലെ കുളിച്ചൊരുക്കി നിനക്ക് അലക്കാൻ മേലായിരുന്നോ? അയ്യോ മോളെ, ഞാൻ അലക്കില്ലായിരുന്ന മോളെന്തിനാ അലക്കിയ? അത് കുഴപ്പമില്ല അമ്മ. എന്താടാ എന്തൊക്കെ ഇവിടെ നടക്കണത്? നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലേ? ഇതാണ് നിങ്ങളുടെ റിയാക്ഷൻ? ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. നിന്റെ ഇഷ്ടമാണ് ഞങ്ങളുടെ ഇഷ്ടം. എന്റെ ഇഷ്ടം. ഇന്നലെ രാത്രിയാണ് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അല്ലേ? നോണയൻ. പിന്നെന്താ നീ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയേ? ഈ കൊച്ചു ഇന്നലെ നിന്റെ കൂടെ ഒളിച്ചോടി പോകുന്നു. എന്നിട്ടൊരു കൂസലില്ലാതെ കിടന്നുറങ്ങുക. കൂസലില്ലാത്തല്ല, മരവിച്ചു പോയതാണ്. മരവിപ്പൊ കണ്ട എനിക്കറിയാം. ഇത് മരവിപ്പാണ്. പിന്നെ എങ്ങനെയാണ് നിന്റെ എല്ലാ കൈ കൊച്ചറിയണത്? അത് കുഞ്ഞായി പറഞ്ഞാൽ കുഞ്ഞായുടെ പുറകിൽ ഓടിച്ചോടി പോയത്. കുഞ്ഞായി ആരാ സൂചേട്ടാ? കുഞ്ഞായി എനിക്കറിയാൻ മോനെ, കല്യാണം നടക്കൂലെന്ന് വിചാരിച്ച നിനക്ക് ദൈവം തമ്പുരാനായിട്ട് കൊണ്ടുവന്ന കൈ വിടരുത്. എന്റെ ദൈവമേ, ചെറുക്കന് നല്ല ബുദ്ധി തോന്നിക്കണേ. അക്കായിക്ക വെക്കം പൊക്കോ. അതെ, ഇത് കൈവിട്ട് പോയിക്കൊണ്ടിരിക്കണ്ട. എന്താ നിന്റെ ഉദ്ദേശം? എനിക്ക് അങ്ങനെ ഉദ്ദേശമൊന്നുമില്ല സൂചേട്ടാ. പോകുന്ന വഴി അങ്ങ് പൊക്കോട്ടെ. ആ വഴിയുണ്ട് നെഞ്ചത്തേക്കൂടെ. എന്താ കേറുന്നില്ലേ? കുമ്മ. ഇല്ല, എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. അമ്മേ, സൂചേട്ട ഡ്രസ് എടുക്കണ്ട കേട്ടോ. ഞാൻ എടുത്തോളാം. പാത്രം അകത്തിരിപ്പുണ്ട്. അമ്മേ, പാത്രം. അവോളിങ്ങെടുത്തരോ? കപ്പ ഷീബൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാ. ഹലോ സൂചേട്ടാ, എന്താ വരാത്തെ? നീയേ കടയിലോട്ട് നോക്കോ. അപ്പൊ ഈ റൂമാ? സൂചേട്ടാ നല്ല സെറ്റപ്പ് ആയിരുന്നു. പിന്നെ കുഞ്ഞായി അവിടെ ഉണ്ടെങ്കിൽ വിടണ്ടട്ടാ.